ശ്രീമാനിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവിയുടെ 70-ാം വാർഷികമാണ് നമ്മളിവിടെ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നടന്ന രാഷ്ട്രീയവും സാമൂഹിക രംഗത്തുമുണ്ടായ പലവിധ മാറ്റങ്ങളെക്കുറിച്ചും ഈ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടത് ഒരാവശ്യമായി കാണുന്നത് കൊണ്ടാണ് ഈ കാര്യം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെയും അതായത് കോൺഗ്രസ്സുകാരുടെയും സോഷ്യലിസ്റ്റുകളുടെയും ബുദ്ധിയില്ലാത്ത ചില നീക്കങ്ങളും അതോടൊപ്പം തന്നെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണവും ബുദ്ധിവൈഭവവും എല്ലാം കൊണ്ട് നമ്മുടെ തെക്ക് ഭാഗത്തുള്ള തമിഴ് ഭാഷ സംസാരിക്കുന്ന നാഗർകോവിൽ ജില്ല, നാഗർകോവിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കേരളത്തിൽ നിന്ന് വിട്ടുപോകാനുണ്ടായ സാഹചര്യങ്ങൾ നമ്മുടെ നേതാക്കളുടെ ബുദ്ധിശൂന്യത കൊണ്ടുണ്ടായതാണ്. അതിൻ്റെ പരിണിതഫലമായിട്ട് കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും അതുപോലെയുള്ള പല ഭാഗങ്ങളും കേരളത്തിലേക്ക് ലയിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ പ്രാധാന്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ള വസ്തുത നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും അത് കേൾക്കണം. ഈ ചാനൽ കാണുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി നടത്തുന്നു. കേരളപ്പിറവി. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 69 വർഷം പൂർത്തിയാകുമ്പോൾ 2025 നവംബർ 1-ന് നാം കേരളപ്പിറവിയുടെ 70-ാം വാർഷിക ദിനമാണ് ആഘോഷിക്കുന്നത്. 1956 നവംബർ 1-ന് വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് പാറശാല വരെ ഉത്സവ പ്രതീതിയായിരുന്നു. കടകമ്പോളങ്ങൾ ദീപാലംകൃതമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും വൻപിച്ച ആഹ്ലാദ പ്രകടനങ്ങളും നേതാക്കളും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളവരും പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. എല്ലായിടത്തും കരിമരുന്ന് പ്രയോഗങ്ങളും ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടന ജാഥ കിടങ്ങാമ്പറമ്പ് മൈതാനിയിൽ വലിയ പൊതുയോഗത്തോടെയാണ് സമാപിച്ചത്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന കരിമരുന്ന് പ്രയോഗത്തിൽ ആലപ്പുഴ ലിയോ 13th സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് ഓലപ്പടക്കം കയ്യിലിരുന്ന് പൊട്ടിയ അപകടമുണ്ടായതും ആ കുട്ടിയുടെ ഒരു കൈപ്പത്തിയും ഒരു കണ്ണും നഷ്ടപ്പെട്ടതും ഇന്നും ഒരു തീരാവേദനയാണ്. നാം സ്വാതന്ത്ര്യം നേടിയത് 1947 ഓഗസ്റ്റ് 15-ന് ആണെങ്കിലും മറ്റ് ക്രമീകരണങ്ങൾ പൂർത്തിയായി ജനാധിപത്യത്തിൽ ഊന്നിയ ഒരു സർക്കാർ ഉണ്ടാകുന്നതിന് പിന്നെയും 5 കൊല്ലമെടുത്തു. സ്വാതന്ത്ര്യലബ്ധിയോടുകൂടി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. 1948-ൽ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച നാട്ടുരാജ്യങ്ങളെ ചേർത്ത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ എസ് കെ ധർ ചെയർമാനായ ഒരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നടന്ന രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സംഭവ വികാസങ്ങളും അതിലൂടെ കേരളത്തിനുണ്ടായ നഷ്ടങ്ങളും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കളുടെ ബുദ്ധിശൂന്യതയിലേക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ബുദ്ധിവൈഭവങ്ങളും ദീർഘവീക്ഷണവും അതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും ഇവിടെ അനിവാര്യമാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് തിരുവിതാംകൂർ ആദ്യം അറച്ചു നിന്നിരുന്നെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നതും ജനങ്ങളിൽ നിന്നും എതിർപ്പുണ്ടാകുമെന്ന് ഭയന്നും ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു എന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. 1949 ജൂലൈ 1-ന് തിരുവിതാംകൂറും കൊച്ചിയുമായുള്ള ലയനം നടന്നു. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഗവർണറുടെ സ്ഥാനത്ത് രാജപ്രമുഖനായി. പ്രഥമ മുഖ്യമന്ത്രിയായി പറവൂർ ടി.കെ. നാരായണപിള്ള ചുമതലയേറ്റു. 1951-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. 1951 മുതൽ 52 വരെ സി കേശവനും 1952 മുതൽ 54 വരെ ശ്രീ എ ജെ ജോണും 1954 മുതൽ 55 വരെ പട്ടം എ താണുപിള്ളയും മുഖ്യമന്ത്രിമാരായി. ഈ കാലയളവിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സമരങ്ങൾ രാജ്യത്ത് ഉദയം ചെയ്തു. തുടർന്ന് 1953-ൽ കേന്ദ്ര സർക്കാർ ജസ്റ്റിസ് ഫസൽ അലി ചെയർമാനായി സംസ്ഥാന പുനഃക്രമീകരണ സമിതി രൂപീകരിച്ചു. കെ എം പണിക്കരും എച്ച് എൻ കുൻപ്രൂവുമായിരുന്നു മറ്റ് 2 അംഗങ്ങൾ. അവർ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിച്ച് സംസ്ഥാനങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ഭാഷാടിസ്ഥാനത്തിൽ അല്ലെന്നും ഭരണപരമായ സൗകര്യങ്ങൾ അനുസരിച്ചും ഭൂമി വിഭജിക്കുന്നത് ഭൂമിശാസ്ത്രപരമായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. അതിർത്തികൾക്ക് രൂപരേഖ നൽകിയും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനിടയിൽ തിരുവിതാംകൂറിന്റെ തെക്കൻ താലൂക്കുകളായ തമിഴ് സംസാരിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു. വിളവൻകോട്ട്, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം താലൂക്ക്, തിരുവിതാംകൂറിന്റെ കിഴക്കൻ മേഖലയിലുള്ള ദേവികുളവും പുനലൂർ, ചെങ്കോട്ട ഭാഗങ്ങളും കൂടി മദ്രാസ് സംസ്ഥാനത്തോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് നേശമണിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരുന്നു. ഈ സമരം തന്മയത്വമായി കൈകാര്യം ചെയ്യാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ല. അതിന്റെ പരാജയം ഇന്നും നാം അനുഭവിക്കുന്നുണ്ട്.
തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗങ്ങളിൽ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി TTC ആവശ്യപ്പെട്ടത് പ്രകാരം തെക്കൻ താലൂക്കുകൾ മദ്രാസിന് കൈമാറുന്നതിൽ വലിയ പ്രേരണ ചെലുത്തി. കമ്മ്യൂണിസ്റ്റുകൾക്കും സോഷ്യലിസ്റ്റ് പാർട്ടിക്കും സ്വാധീനമുണ്ടായിരുന്ന വടക്കൻ ഭാഗങ്ങൾ പുതിയ കേരളത്തോട് ചേർക്കാൻ രഹസ്യമായി ചരടുവലികൾ നടത്തിയത് ആരുമറിയാതെ വിജയം കണ്ടു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഈ പ്രവർത്തനങ്ങൾ നൽകിയത് വലിയ സംഭാവനയാണ്. സമരത്തിന്റെ ഭാഗമായി 1954 ഓഗസ്റ്റ് 11 വിമോചന ദിനമായി ആചരിക്കാൻ ആഹ്വാനമുണ്ടായി. അന്നത്തെ സമരം അക്രമാസക്തമായി. സർക്കാർ വാഹനങ്ങളും പൊതുമുതലുകളും നശിപ്പിച്ചപ്പോൾ പോലീസിന് ലാത്തിചാർജും വെടിവെപ്പും നടത്തേണ്ടി വന്നു. 7 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട് വന്നത്. ഈ സമയം സമരം മറ്റ് പ്രദേശങ്ങളിലേക്കും കൂടി വ്യാപിച്ചു. വെടിവെപ്പിന്റെ പേരിൽ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ആദ്യം രാജിവെക്കാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് രാജിവെക്കേണ്ടി വന്നു. PSP എന്ന ചുരുക്കപ്പേരിൽ അന്നറിയപ്പെട്ടിരുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിൽ പിളരുന്നതിനും ഈ വെടിവെപ്പ് കാരണമായി. സമരത്തിന് കാരണം ഈ പ്രദേശങ്ങളിൽ അന്ന് നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതികളും വർണ്ണവിവേചനങ്ങളും കാരണമായിരുന്നുവെന്നും പിന്നീട് തെളിയിക്കപ്പെട്ടു. ദേവികുളവും പുനലൂരും സമീപ പ്രദേശങ്ങളും ഒഴിവാക്കി തെക്കൻ താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനത്തോട് ചേർത്തും കൊച്ചിക്ക് പുറമെ മലബാർ ജില്ലയും ദേവികുളവും പുനലൂരും സമീപ പ്രദേശങ്ങളും ഒഴിവാക്കി തെക്കൻ താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനത്തോട് ചേർത്തും കൊച്ചിക്ക് പുറമെ മലബാർ ജില്ലയും ദക്ഷിണ കാനറ ജില്ലയിലെ കാസർഗോഡും ചേർത്ത് കേരള സംസ്ഥാനം 1956 നവംബർ 1 നിലവിൽ വന്നു. തിരുവിതാംകൂറിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും ഇടനാട്ടിൽ നിന്നും 2.5 ഏക്കർ ഭൂമിയും മറ്റ് സാമ്പത്തിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് അനേകരെ ദേവികുളം, പീരുമേട്, പുനലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പട്ടം താണുപിള്ള സർക്കാർ കുടിയിരുത്തി. മലയാളി ജനസംഖ്യ അവിടെ വർദ്ധിപ്പിച്ചത് മൂലം ആ സ്ഥലങ്ങൾ മദ്രാസിന് കൈമാറിയില്ലെന്നും കാണാം. തിരുവിതാംകൂർ കൊച്ചിയുടെ നെല്ലറയായ നാഞ്ചിനാടും തലസ്ഥാനമായിരുന്ന പത്മനാഭപുരം, വിനോദസഞ്ചാര കേന്ദ്രമായ കന്യാകുമാരി എല്ലാം കേരളത്തിന് നഷ്ടമായി. 1956 നവംബർ 1 രാജപ്രമുഖ പദവി അവസാനിപ്പിച്ചു. പകരം ആദ്യം PS റാവു ആക്ടിംഗ് ഗവർണറായി. നവംബർ 22 C രാമകൃഷ്ണ റാവു കേരളത്തിന്റെ പ്രഥമ ഗവർണറായി ചുമതലയേറ്റു. ഏറെ പ്രതീക്ഷകളോടെയാണ് പുതിയ സംസ്ഥാന രൂപീകരണത്തെ കേരളീയർ കണ്ടിരുന്നത്. എന്നാൽ നാളിതുവരെയുള്ള ഫലം പരിശോധിച്ചാൽ കേരളീയരുടെ പ്രതീക്ഷകൾക്കൊത്തുയരാൻ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവർ ചേർന്നുണ്ടാക്കിയ മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. 1957 നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ലോകത്താദ്യമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലെത്തി എന്ന ഖ്യാതി അന്ന് ആ ഗവൺമെന്റ് നേടിയെടുത്തു. ആ സർക്കാരിന് ഭൂപരിഷ്കരണവും മിനിമം വേജസും സംബന്ധിച്ചും എല്ലാം പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളോടുകൂടി സംസ്ഥാനത്ത് കലാപങ്ങൾ ഉയർന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബോട്ട് സർവീസുകൾ ദേശവൽക്കരിക്കപ്പെട്ടതോടുകൂടിയുണ്ടായ 1958 ജൂലൈ ആദ്യം തുടങ്ങിയ ഒരണ സമരവും തുടർന്ന് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കെതിരെ സ്വകാര്യ സ്കൂൾ കോളേജ് മാനേജ്മെന്റുകൾ ആയ ക്രിസ്തീയ സഭയും നായർ സർവീസ് സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച വിമോചന സമരവും മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കി. സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് മർദ്ദനങ്ങളും വെടിവയ്പ്പുകളും ഇന്ത്യയിലുടനീളം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തി. 1959 ജൂലൈ 3 തിരുവനന്തപുരം ചെറിയതുറയിൽ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ ഫ്ലോറി എന്ന ഗർഭിണി കൊല്ലപ്പെട്ടതോടുകൂടി സമരത്തിന് പുതിയ മാനം കൈവന്നു. അങ്കമാലിയിലും വെടിവയ്പ്പുണ്ടായി. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും സമരം ഏറ്റെടുത്തു. കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ പ്രത്യക്ഷത്തിൽ ജനാധിപത്യം അംഗീകരിക്കുന്നുണ്ടെങ്കിലും സെൽഫ് ഭരണമാണ് അവർ നടത്തിവരുന്നതിനുള്ള തെളിവും ബലങ്ങളും ഇന്നുമുണ്ട്. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും കേന്ദ്ര ഇടപെടൽ ആവശ്യമാണെന്നും മന്ത്രിസഭയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആദ്യം അതിന് തയ്യാറായില്ല. അതൊരു ജനാധിപത്യ ധ്വംസനമായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. എങ്കിലും സംസ്ഥാനത്തെ ക്രമസമാധാന നില അനുദിനം വഷളായി വരുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ഇത് കേരളം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തുറന്ന കാറിൽ സഞ്ചരിച്ച പ്രധാനമന്ത്രി മന്ത്രിസഭയുടെ ഡിസ്മിസൽ ആവശ്യപ്പെട്ട് റോഡിന്റെ 2 വശങ്ങളിലുമായി തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളെ കണ്ടു. താങ്കൾക്ക് ഇത്ര വേഗത്തിൽ ഇത്രയും ജനങ്ങളെ എങ്ങനെ ശത്രുക്കളാക്കാൻ കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രിയോട് ആരാഞ്ഞതായി പത്രവാർത്ത ഉണ്ടായിരുന്നു. ചില ഉപദേശങ്ങളും താക്കീതുകളും നൽകി പ്രധാനമന്ത്രി മടങ്ങിപ്പോയി. എങ്കിലും ഉപദേശങ്ങൾ സ്വീകരിച്ചുമില്ല, താക്കീതുകൾ കാര്യമാക്കിയുമില്ല. പഴയ സ്ഥിതി തന്നെ തുടർന്നപ്പോൾ കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയെ കേന്ദ്രം പുറത്താക്കി. പിന്നീട് കേരളത്തിന്റെ ഭരണം മുന്നണികളുടേതായി മാറി. 1960 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഭൂരിപക്ഷം നേടിയതെങ്കിലും PSP കാരനായ പട്ടം താണുപിള്ള
താണുപിള്ളയാണ് മുഖ്യമന്ത്രിയായത്. ഭൂരിപക്ഷ കക്ഷികളുടെ ലക്ഷ്യം സാധിച്ചുവെങ്കിലും ഭരണത്തിൽ വന്നപ്പോൾ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഇതിന് പരിഹാരമായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇടപെട്ട് പട്ടം താണുപിള്ളയെ പഞ്ചാബ് ഗവർണറാക്കി. ആർ ശങ്കറിനെ മുഖ്യമന്ത്രിയുമാക്കി. 1964 കോൺഗ്രസ് പിളർന്നു. കേരള കോൺഗ്രസ് ഉണ്ടായി. ശങ്കർ മന്ത്രിസഭ വീണു. 1965 തെരഞ്ഞെടുപ്പ് നടന്നു. ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. മന്ത്രിസഭ ഉണ്ടായില്ല. എല്ലാ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളെയും ബലികഴിച്ച് അധികാരത്തിനായി ആരുമായും എങ്ങനെയും സഖ്യമുണ്ടാക്കുക, മുന്നണിയിൽ പങ്കാളിയാകുക എന്ന രീതി രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത് 1967 തെരഞ്ഞെടുപ്പ് മൂലമാണ്. ഈ രീതി ഇന്നും തുടരുന്നു. ഫലമോ രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നിക്കുന്നു. പാർട്ടികളുടെയും നേതാക്കളുടെയും എണ്ണം കൂടുന്നു. അതോടൊപ്പം രാഷ്ട്രീയ മലിനീകരണവും അഴിമതിയും സ്വജനപക്ഷപാതവും വർദ്ധിക്കുന്നു. സാമൂഹ്യ രംഗത്ത് അധ്വാനശീലരായ തലമുറ മാറി ഉദ്യോഗ തലമുറയായി. കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അണുകുടുംബങ്ങളിലേക്കായി മാറി. അത് കൂടുതൽ പാർപ്പിട സൗകര്യങ്ങൾ അനിവാര്യമാക്കിയതുമൂലം വയലുകളും പൂട്ടപ്പെട്ടുപോയ ഫാക്ടറികളും വരെ ഗൃഹനിർമ്മാണത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് പുതിയൊരു സംസ്കാരത്തിനും ഭക്ഷണ രീതിക്കും നാന്ദിയായി മാറി. ജനജീവിതവും ജീവിതശൈലിയും വലിയ മാറ്റങ്ങളുണ്ടാക്കി. പുതിയൊരു കേരളമായി നാം മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയത്തിലോ അർപ്പണബോധമുള്ളവരോ ആത്മാർത്ഥതയുള്ളവരോ ആയ നേതാക്കളില്ല. നേതാക്കൾക്ക് പോലും ജാടയാണ് മുഖമുദ്ര. മികച്ച അറിവും പരിചയവുമുള്ളവർ എല്ലാ രംഗങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് വളരുന്നത് രാഷ്ട്രീയം മാത്രമാണ്. കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ഇന്ന് രാഷ്ട്രീയം മാത്രമല്ല, മതവുമുണ്ട്. ചെറുതായെങ്കിലും ഒരു രാഷ്ട്രീയമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. അതാണ് സ്ഥിതി എന്നത് കേരള പിറവിക്ക് ശേഷം 70-ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം കാണുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകണം. മാറ്റമില്ലാതെ മുന്നേറ്റമുണ്ടാകില്ല. പക്ഷേ മാറാൻ ഒരിടമില്ല. ഇന്നത്തെ സ്ഥിതിഗതികളെ മാറ്റി പുതിയതൊന്ന് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നതല്ലേ നേര്. ജനാധിപത്യം നിലനിൽക്കാൻ ആവശ്യമാണെന്ന കാലം വരെയും നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും സമൃദ്ധമായ കേരളപ്പിറവി ആശംസകളോടെ നന്ദി.